ആൻഡ് തേർഡ് ഡേ അക്കോമഡേഷൻ ഇവിടെയാണ്. ഒരു ഹോട്ടലിൽ തന്നെയാണ് 2 ദിവസം ഞാൻ സ്റ്റേ ചെയ്യുന്നത്. ഈ ഹോട്ടൽ ജസ്റ്റ് നിങ്ങൾക്ക് വ്യൂ കാണിച്ചു തരാം. ബേസിക്കായിട്ട് നമ്മൾ B&B എൻസ്യൂട്ട് എന്ന് പറയുമ്പോൾ ബാത്റൂമോട് ഉൾപ്പെട്ടിട്ടുള്ള ഒരു റൂം പ്ലസ് ബാത്റൂം അങ്ങനത്തെ ഒരു സെറ്റപ്പിലായിരിക്കും നമുക്ക് തരിക. ബാത്റൂം ഞാനും കണ്ടിട്ടില്ല, നോക്കി നോക്കാം. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ. ഞാനിവിടെ ഫസ്റ്റ് അക്കോമഡേഷനിൽ കയറി ഒന്ന് ഫ്രഷായി. നമ്മുടെ തേർഡ് ഡേ അക്കോമഡേഷനിൽ കയറി. അപ്പോൾ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമുക്കിവിടുത്തെ ഒരു എന്താണ് ഒരു ആകെ മൊത്തം അവസ്ഥ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനിന്നിങ്ങനെ പുറത്തിറങ്ങിയതാണ്. ഇതിൻ്റെ അടുത്താണ് ഐലോ സ്കൈ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് എങ്ങനെയൊരു ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും. പിന്നെ നമ്മുടെ അക്കോമഡേഷൻ്റെ കണ്ടോ, ഇതൊക്കെ ഒരു കാണാൻ പറ്റില്ല അല്ലേ, ഐഫോൺ ആകുമ്പോൾ അങ്ങനെ പ്രശ്നമുണ്ട്. ഇങ്ങനെ ബാക്കിൽ കൂടെ കാണുന്നുണ്ടോ, ഞാൻ വ്യൂ ഉണ്ടോ നോക്കി പോവുകയാണേ. തോന്നുന്നു അങ്ങോട്ടാണ് താഴോട്ടാണ് പോകേണ്ടത്. ഇതിന് അവിടെ ഒരു സൺസെറ്റിൻ്റെ ഒരു പ്രതീതി ഉണ്ട്. ഒന്ന് പോയി നോക്കാം, ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ പറഞ്ഞൊരു സൺസെറ്റിൻ്റെ പ്രതീതി. എൻ്റെ ഫോണിൽ ചാർജ് ഇവിടെ എന്തോ വർക്കാവുന്നില്ല. ലിബറാന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ലിബർ മൊത്തം ഓഫായി ഇവിടെ വന്നപ്പോൾ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഹോട്ടലിൽ വൈഫൈ ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ അത് വെച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനിന്ന് എന്തായാലും ഡിന്നർ അത്ര കാര്യമായിട്ട് ഭയങ്കരമായിട്ടൊന്നും കഴിക്കുന്നില്ല. കുറച്ച് നട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ, അപ്പോൾ അത് കഴിക്കാം. പിന്നെ ആ ഒരു സൺസെറ്റൊക്കെ കാണാണ്ടല്ലേ. ഇത് ഇവിടുന്ന് നേരെ താഴെയാണ് പോർട്രി. ഞാനിങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, അതാണ് എൻ്റെ ഒരു പ്രശ്നം. പക്ഷേ എനിക്ക് ഇങ്ങനെ നടക്കാനുള്ളൊരു മൂഡ് സത്യത്തിലില്ല. അതാണ് സത്യം. ഒരു ലാൻഡ് മാർക്കൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ട്. നമ്മൾ ഇവിടെ അക്കോമഡേഷനിലുള്ള സ്ത്രീനെയാണ് ഞാൻ ഇപ്പോൾ കണ്ടത്. ഓരോരുത്തർക്കും ഓരോ സ്ഥലത്താണ്, എല്ലാവർക്കും ആർക്കും പരസ്പരം അറിയില്ല. അതൊക്കെയാണ് പോകുന്നത്. ഇപ്പോൾ വൈകുന്നേരം കണ്ടതാണ്. ഇപ്പോൾ നോക്കി നോക്കും കടയിൽ. ആദ്യം ഞാൻ വ്യൂ കാണട്ടെ, കാരണം എന്താണെന്ന് അറിയോ, ഈവനിങ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പരിപാടി കഴിയും. ഇതാണ് നമ്മുടെ പോർട്രി എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ സ്കൈൻ്റെ ക്യാപിറ്റലാണ് പോർട്രി. ഇവിടെയും ഈ ബുക്ക് ഷോപ്പിൻ്റെ മുകളിൽ ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ അവിടെ നിന്ന് ഫുഡ് കഴിക്കുക ചെയ്യാം. എനിക്കിപ്പോൾ ഇവിടെയൊക്കെ ഓരോരുത്തർ താമസിക്കുന്നുണ്ട്. റോയൽ ഹോട്ടലിലൂടെ താമസിക്കുന്നുണ്ട്. ഞാൻ ഈ വ്യൂ കാണാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നതാണ്. ഈ വ്യൂ കുറേ ഫോട്ടോസിൽ ഉണ്ട്, അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വ്യൂ. അവിടെ കണ്ട കുറച്ച് കളർഫുള്ളായിട്ടുള്ള ഹൗസസ് ഉണ്ട്. അങ്ങോട്ട് നമുക്ക് പോകണം, നാളെ പോകാം. ഇന്നത്തെ സംഭവം പോകാനുള്ള പരിപാടിയാണ്. എന്തായാലും വ്യൂ കൊള്ളാമല്ലേ. ജേർണിയുടെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ സംഭവമാണ്. അതായത് നമുക്ക് ഇങ്ങനെ നടന്നു പോകാം. ഇത് ഞാൻ നാളേക്ക് മാറ്റി വയ്ക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് പോകാനുള്ളൊരു ആരോഗ്യസ്ഥിതി പോകാം. ഞാൻ കുറച്ച് നേരം ഈ വ്യൂ നോക്കി നിൽക്കാൻ തീരുമാനിച്ചു. ഞാൻ കടകളിലൊക്കെ പോയി ഒന്ന് തപ്പി. പക്ഷേ എനിക്കിന്ന് എന്താ പറയുക, തീരെ വിശക്കുന്നില്ല. ഇന്നലത്തെ പോലെ തന്നെ രാത്രി നമുക്ക് ഉച്ചയ്ക്ക് നന്നായി കഴിച്ചാൽ പിന്നെ രാത്രി എനിക്ക് വിശക്കുന്നില്ല. അപ്പോൾ ഞാൻ വെറുതെ കുത്തിക്കയറ്റാനും വേണ്ടല്ലോ, പിന്നെ പൈസയും കുറച്ച് ലാഭിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇതിന് നേരെ താഴെയുണ്ട്. അപ്പോൾ നാളെ ഉച്ചയ്ക്ക് അവിടെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാമെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതായിരിക്കും കുറച്ചും കൂടെ ഒരു നല്ല പരിപാടി. ഉച്ചയ്ക്ക് നന്നായി കഴിച്ചാൽ പിന്നെ രാത്രിയത്തെ കാര്യം വലിയൊരു കുഴപ്പമില്ല. ഇങ്ങോട്ട് നോക്കി നല്ല വ്യൂ ഉണ്ട് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും വ്യൂ ആണ്. ഞാൻ ഈ സ്ഥലമൊന്നും ഇങ്ങനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി ഇങ്ങനെ വന്നതാണ്. നമുക്ക് ഇങ്ങനെയും വരാമെന്ന് എനിക്ക് മനസ്സിലായി. നമ്മളിങ്ങനെ ഒറ്റയ്ക്കാവുള്ള ജേണി ആകുമ്പോൾ ഇതാണ്, നമ്മൾ കുറേ എക്സ്പ്ലോർ ചെയ്യും. നമുക്ക് വീട്ടിലിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ നമ്മളിതിന് മുമ്പ് ഇങ്ങനെ ചെയ്ത് കാണില്ല. അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ട് രാത്രി ഒരു 6:30-7 മണിക്കൊന്നും ഇങ്ങനെ പോയി എക്സ്പ്ലോർ ചെയ്യുന്നതല്ലോ. പക്ഷേ ഇങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ആ ഫ്രീഡത്തിനെ ആഗ്രഹിക്കുന്ന ആ മനസ്സൊക്കെ പുറത്തേക്ക് വരിക. അപ്പോൾ നമ്മളറിയാതെ നമ്മളിങ്ങനെ ചെയ്തു പോകും. ഇതിപ്പോൾ മെയിൻ റോഡ് കൂടെയൊക്കെയാണ് ഞാൻ നടക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ വഴി കാണുമ്പോൾ കണ്ടോ, ചുമ്മാ ഇങ്ങനെ നടക്കാൻ തോന്നി. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു എൻഡിൽ ഇതിൻ്റെ 4 സൈഡിലും വ്യൂ പോയിൻ്റാണ്. അപ്പോൾ എല്ലാ സൈഡിലും വ്യൂ പോയിൻ്റ്, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ ഉള്ള സീറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഈ വ്യൂ പോയിൻ്റിൽ നിന്ന് കാണാൻ പറ്റുമോ നോക്കുകയാണ്.
ഇവിടെ നോക്കിയാൽ നമുക്കിതാ വീണ്ടും ഈ നദി ഇവിടം വരെ, നദിയല്ല ഇത് ലോച്ചാണ്, ലേക്കാണ്. ലോച്ച് മീൻസ് ലേക്ക്. ഈ ലേക്ക് ഇവിടം വരെ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ലേക്ക് ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട് മൊത്തം തോന്നുന്നു. ഞാൻ കുറച്ച് ദൂരം കൂടെ നോക്കി ഈവനിങ് ഉണ്ട്, എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്ന ഒക്കെ ഒരു രസമാണ് ഇതൊക്കെ ഇങ്ങനെ കാണാനും ഒക്കെ. ഇനി എനിക്ക് വീട്ടിൽ പോകുമ്പോൾ എന്താ വെച്ചാൽ വലിയൊരു ഇത് ഫീൽ ചെയ്യില്ല, കാരണം ഞാൻ എന്തൊക്കെയോ ചെയ്തു, ഇങ്ങനെ സമയം ഒട്ടും പാഴാക്കിയില്ല എന്ന് നമുക്കിങ്ങനെ തോന്നും. അപ്പോൾ ഇനിയിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിലേക്കൊന്ന് വിളിക്കണം, അതായത് മോളെ ഒന്ന് വിളിക്കണം, എന്നിട്ട് സംസാരിക്കണം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 8 o'clock 9 മണിയാകുമ്പോഴേക്കും നമുക്ക് ഉറക്കം വരുന്ന കാര്യം 100% ഉറപ്പാണ്. കാരണം ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ദിവസങ്ങളിൽ നമ്മുടെ അവസ്ഥ അതായിരിക്കും. ഇനിയിപ്പോൾ വീട്ടിലോട്ട് ഒരു ദിവസം ഫുൾ വർക്ക് ചെയ്തു അല്ലെങ്കിൽ ട്രാവൽ ചെയ്തു എക്സ്പ്ലോർ ചെയ്തു എന്ന് പറയാവുന്ന രീതിയിലാവുമ്പോൾ നമുക്കൊരു തൃപ്തിയായി. നമ്മൾ ഇനി കുറച്ച് പണികളെ ബാക്കിയുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ജസ്റ്റ് ഫുഡ് ഞാൻ ആ ഒരു വെഫേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതാണെന്ന് കഴിക്കണത്. അപ്പോൾ ഇന്നലെ നല്ലൊരു സൺസെറ്റ് അവിടെ നിന്ന് കണ്ട പോലെ ഇന്ന് വേറൊരു ലോകത്തിൻ്റെ വേറൊരു സ്ഥലത്ത്, സ്കോട്ട്ലൻഡിൻ്റെ വേറൊരു സ്ഥലത്ത് നമ്മൾ വന്നിട്ട് ഐൽ ഓഫ് സ്കൈയുടെ ക്യാപിറ്റലായ പോർട്രിയിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ സൺസെറ്റ് കാണുന്നത്. അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ അത് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടാവില്ല, കാരണം ഞാനന്ന് അപ്പോൾ അങ്ങോട്ട് കയറി കീയൊക്കെ മേടിക്കാനുള്ള ധൃതിയിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഞാനിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റ് ഗസ്റ്റ് ഹൗസ് മാതിരി B&B ആണ്, ബ്രെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും, ഒരു റൂം വിത്ത് ടോയ്ലറ്റ്സ്. ഇതാണ് സംഭവം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുള്ള വീടിൻ്റെ എൻട്രൻസ് ആണ്. ഇവിടെയാണ് ഞാനിന്ന് സ്റ്റേ. റൂം ഞാൻ കാണിച്ചു തന്നില്ല, ഞാൻ എൻട്രൻസ് കാണിച്ചു തരാം. കുറച്ചൊക്കെ ഒരു രസം, അതായത് പണ്ടത്തെ സ്റ്റൈലിലുള്ള വീടാണ്, കാണാനൊക്കെ ഒരു രസമായിരിക്കും. ഈ ഡോറിപ്പോൾ അവർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും. പിന്നെ കീ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, ഇവരുടെ വീട്ടിൽ അങ്ങോട്ടൊന്നും പോയി കാണുന്നതൊന്നും നല്ലതായിരിക്കില്ല, കാരണം അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. നമ്മൾ അതിനൊന്നും മുതിരണ്ട, നമ്മൾ നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഒരു ഓൾവേസ് ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്, കാരണം ആളുകൾ ഇങ്ങനെ വന്നും കയറിയും പോയിക്കൊണ്ടിരിക്കുമല്ലോ. പിന്നെ അയാൾ പറഞ്ഞത് ഈ പോർട്രി എന്ന് പറയുന്ന സ്ഥലം ഭയങ്കര സേഫാണെന്ന് അയാൾ പറഞ്ഞത്. ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ റൂമിൽ പോകുന്ന സ്ഥലം. എന്നാലും ഈ വീട് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. കുറച്ചുകൂടെ ഒരു നമ്മുടെ നാട്ടിൽ കാണാത്തൊരു ടൈപ്പ് സംഭവം ഇത് കാരണമാണ്. ഞാനിവിടെ കയറി വീടിൻ്റെ ഉൾഭാഗം, പിന്നെ നല്ല ഡോൾസൊക്കെ ഇരിപ്പുണ്ട് എല്ലായിടത്തും. ഇന്നലെ വന്ന സ്ഥലത്തും അതെ, ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഇത്ര അടിപൊളി കണ്ണാടിയുണ്ട്, വിക്ടോറിയൻ സ്റ്റൈൽ. അങ്ങനെ അപ്പോൾ നമ്മൾ എൻ്റെ റൂം എനിക്കെപ്പോഴും അങ്ങനെയാണ്, എപ്പോഴും ഒരു സ്റ്റെയർ കയറിയിട്ടല്ലാതൊരു പരിപാടി. എല്ലായിടത്തും ഈ പൂച്ചേനെയും പട്ടീനെയൊക്കെ വെച്ചിട്ടുണ്ടാവും. അതവിടെ ഡോൾഫിൻ വരുന്നുണ്ട്. ഇനി എൻ്റെ റൂം ഏതാണെന്ന് ഞാൻ കണ്ടുപിടിക്കണം. ഞാൻ കീ എടുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇത് 1 ആണ്, എൻ്റെ റൂം 2 ആണ്. ഇവിടുന്ന് ഉണ്ടോ പണ്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പോലത്തെ ഒരു സംഭവം, മേലോട്ട് ഇങ്ങനെ കയറുന്ന ഒരു റൂമൊക്കെ കൊള്ളാതെ. ഞാൻ എൻ്റെ കീ എടുക്കട്ടെ. ഇതാണ് എൻ്റെ റൂം. ഞാൻ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി കീ എടുക്കാൻ ഒരു സമയം എടുത്തു, അതുകൊണ്ടാണ് വീഡിയോ കട്ട് ചെയ്യേണ്ടി വന്നു. പിന്നെ എൻ്റെ വീട് എൻ്റെ റൂമായപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ എല്ലാം കച്ചറിയിട്ട് എൻ്റെ വീട് പോലെയൊക്കെ ആക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വരുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഹോട്ടലിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇന്നത്തെ ദിവസം മൊത്തം നിങ്ങൾ എൻ്റെ കൂടെ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കണു. ഹോഗ്വേർഡ് എക്സ്പ്രസ്സിൻ്റെ വയഡക്റ്റ്, പിന്നെ ഡൺലൂയിസ് കാസിൽ, പിന്നെ ഓൾ ദ വേ നമ്മുടെ വ്യൂസ് അടിപൊളിയായിരുന്നു എന്ന് ഞാൻ മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നത് കവർ ചെയ്തു. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാൻ ഇന്നിപ്പോൾ റൂമിലിരിക്കുമ്പോൾ എനിക്ക് തോന്നി നമ്മൾ യൂറോപ്പിൽ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും സേഫായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലം യൂറോപ്പായിരിക്കും. യൂറോപ്യൻ കൺട്രീസ് ആയിരിക്കും. അപ്പോൾ അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ച് ടിപ്സ് എന്ന് പറയാം. ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഇപ്പോൾ ഇല്ലെങ്കിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഓക്കെ ഫൈൻ, അങ്ങനെ ഒരു വിചാരിച്ചിട്ട് പോയിട്ട് പറയാം, എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ വെള്ളം നമ്മൾ ഒരു റൂം കിട്ടുമ്പോൾ ആ റൂമിൻ്റെ ഉള്ളിൽ ബാത്റൂമിൻ്റെ വാഷ് ബേസിൻ്റെ മുകളിൽ 2 ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ വെള്ളം നമുക്ക് ഡയറക്റ്റായിട്ട് വെള്ളം എടുത്തിട്ട് കുടിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് ഡ്രിങ്കബിളായ വാട്ടറാണ്, യൂസ് ചെയ്യാൻ പറ്റുന്ന വാട്ടറാണ്. ഡയറക്റ്റായിട്ട് ടാപ്പ് പോകാൻ നമുക്ക് വെള്ളം എടുത്ത് കുടിക്കാം. അപ്പോൾ അതുകൊണ്ട് എന്താണ് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വാട്ടർ ബോട്ടിൽ ഉണ്ടാവും എപ്പോഴും കയ്യിൽ വെക്കണം. ഞാൻ പാക്കിങ്ങിൻ്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം വാട്ടർ ബോട്ടിലിൻ്റെ കൂടെ വാട്ടർ ബോട്ടിൽ കാലി ബോട്ടിലുണ്ടെങ്കിൽ അത് നിറച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും.
അപ്പോൾ പിന്നെ വേറെ എവിടെ നിന്നും വെള്ളം വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് ഉച്ചയ്ക്കാവും വിശക്കാൻ ചാൻസ് ഉള്ളത്, വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ഹോട്ടലിൽ കയറി നമ്മൾ പൈസ കൊടുത്ത് ഭക്ഷണം കഴിക്കാൻ പോകുകയാണെങ്കിൽ അവരുടെ നിന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് റീഫിൽ ചെയ്ത് തരാൻ പറയാൻ പറ്റും. അതിനായിട്ട് വെറുതെ നിങ്ങൾ കാശ് ചിലവാക്കണ്ട. ഇവിടെ വെള്ളത്തിനും കാശുണ്ടല്ലോ. അല്ല, എല്ലായിടത്തും കാശുണ്ട്, പക്ഷേ ഇവിടെ ചിലപ്പോൾ അത് ചില സ്ഥലങ്ങളിൽ വരെ കാശ് കൂടുതലായിരിക്കാം. അപ്പോൾ വെറുതെ നമ്മൾ അതിനുള്ള റിസ്ക് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല റെസ്റ്റോറൻറ്റ്സിലും ചെല്ലുമെങ്കിലും നമുക്ക് അവിടുന്ന് ഫുഡ് ചിലപ്പോൾ പറ്റിക്കോളുന്നില്ല ഇന്ത്യക്കാരാകുമ്പോൾ. പിന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവും, അവിടെ ചിലപ്പോൾ വില കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ടോട്ടൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് ടെസ്കോയോ സെയിൻസ്ബറിയോ ലിഡിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഷോപ്പൊക്കെ കണ്ടു വയ്ക്കുക ഹോട്ടലിൻ്റെ തൊട്ടടുത്ത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പാക്കഡ് ആയിട്ടുള്ള സാൻഡ്വിച്ചുകൾ അങ്ങനെ എന്തെങ്കിലും പിസ്സ പക്ഷേ ചൂടാക്കേണ്ടി വരും, ചൂടാക്കാനുള്ള ഫെസിലിറ്റി എല്ലായിടത്തും ഉണ്ടായിക്കോളുന്നില്ല. അപ്പോൾ പാക്ക്ഡ് സാൻഡ്വിച്ചൊക്കെ ആയിരിക്കും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ മെക്ഡി ബർഗർ കിങ് ഒക്കെ എനിക്ക് മടുത്തു. ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ അധികം അത് ഓടുന്നത്, കാരണം അതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അത് കാരണം അതിൽ നിന്നാണ് കഴിക്കുക. ഞാനധികം അങ്ങനെ ഫുഡ് അത് കാരണം യൂറോപ്പിലൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. കാരണം നമ്മളെപ്പോഴും മെക്ഡിക്കും ബർഗർ കിങ്ങിക്കും KFC ഓടുന്നതാണ്. കാരണം ഫുഡിന് വേണ്ടിയിട്ട് അത്ര കാശ് ചിലവാക്കണ്ട. പിന്നെ നമ്മൾ പലപ്പോഴും ഡിസപ്പോയിൻറ്റഡ് ആവും ചെയ്യും, കാരണം നമുക്ക് ആ ടേസ്റ്റ് പറ്റിക്കോളുന്നില്ല. അപ്പോൾ വെറുതെ ഒരു റിസ്ക് എടുക്കാനും പറ്റില്ല, അങ്ങനെ ഒരു ഇഷ്യൂ. അപ്പോൾ അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ബോട്ടിൽ നിങ്ങൾ കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. എപ്പോഴും ചിലപ്പോൾ ഇവരൊരു ബോട്ടിലൊക്കെ വെള്ളം തന്നോളായില്ല. അപ്പോൾ ആ കാലി ബോട്ടിൽ എപ്പോഴും കയ്യിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാം. കാരണം നിങ്ങൾക്കിപ്പോൾ ബാത്റൂമിൽ പോകുമ്പോൾ ടിഷ്യൂ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് എപ്പോഴും ടിഷ്യൂ യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിൽ കാലിയായിട്ടായാലും കയ്യിൽ വയ്ക്കുന്നത് നല്ലതാണ്. എല്ലായിടത്തും ബോട്ടിൽ കിട്ടുന്ന സ്ഥലം ആയിരിക്കണം എന്നില്ല. ചിലർ ഇത് പറഞ്ഞ പോലെ ഗ്ലാസ്സൊക്കെ ആയിരിക്കും വാഷ് ബേസിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ബോട്ടിലൊന്നും കിട്ടില്ല, ഒന്നും എടുക്കാൻ പറ്റില്ലാത്ത അവസ്ഥ വരും. അങ്ങനെയുള്ള സമയങ്ങളിൽ ബാത്റൂമിലെങ്ങാനും പോകണമെങ്കിലൊക്കെ ഇഫ് യു ആർ യൂസിങ് വാട്ടർ ഇങ്ങനെ യൂസ് ചെയ്യുന്ന ആളുകളാണല്ല, മറ്റേത് ശീലിച്ച ആളുകളാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ടിഷ്യൂ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അത് ഞങ്ങൾക്ക് പൊതുവെ ഇന്ത്യൻസിന് പറ്റില്ല. അപ്പോൾ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ കുപ്പി വല്ലതും കയ്യിൽ കരുതി വയ്ക്കുന്നതാണ്. ഇതിനെതിരെ അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാൻ. വേറെ എന്തെങ്കിലും ആൾട്ടർനേറ്റീവ്സ് ഉണ്ടെങ്കിലൊക്കെ എനിക്കറിയത്തില്ല, ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് ഇടയ്ക്ക്. അതാണ് മൂന്നാമത് പറയാനുള്ളൊരു പോയിൻറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ യാത്ര ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡേ 4 കിടക്കാൻ പോവാണ്. ഇന്ന് വരെ നമ്മൾ ഐൽ ഓഫ് സ്കൈ കണ്ടിട്ടില്ല. നമ്മൾ ഐൽ ഓഫ് സ്കൈയിൽ വന്നു, ക്യാപിറ്റലിൽ ഇരിക്കില്ല, അക്കോമഡേഷനിൽ നിന്നേ ഉള്ളൂ. പക്ഷേ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഇനിയുള്ള 2 ദിവസങ്ങളിലാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അടുത്ത എപ്പിസോഡായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ ഡേ 4 നമുക്ക് ഐൽ ഓഫ് സ്കൈ കാണാം. സോ ഫാർ നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കിടന്നുറങ്ങട്ടെ, ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങട്ടെ. നാളെ രാവിലെ ഈ ഹോട്ടലിൽ നിന്ന് വീണ്ടും കാണാം അടുത്ത എപ്പിസോഡായിട്ട്.